നമസ്കാരം. നമസ്കാരം. നമുക്കപ്പോൾ നിങ്ങൾ ഒരു പുതിയ നിങ്ങളെ കുറേ ആശയങ്ങൾ കേരളം ഇതുവരെ കേൾക്കാത്ത സാധനങ്ങളാണല്ലോ ഇപ്പോഴും നിങ്ങൾ പറയാം. ഇപ്പം എന്താ മലബാർ വിഭജന വികസന മുന്നണി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അത് നമ്മുടെ ഈ മലബാർ എന്ന് പറയുന്ന പാലക്കാട് തൊട്ട് കാസർഗോഡ് വരെയുള്ള 6 ജില്ലകൾ ഇതായിരുന്നല്ലോ പഴയ ബ്രിട്ടീഷ് മലബാർ. നമ്മൾ മൊത്തത്തിൽ കേരളത്തിലെ സാമൂഹിക പരിതസ്ഥിതിയും വിദ്യാഭ്യാസ പരിതസ്ഥിതിയും ആരോഗ്യ പരിതസ്ഥിതിയും തൊഴിൽ പരിതസ്ഥിതിയും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ മലബാർ എന്നും പുറകിലാണ് എല്ലാ കാലത്തും. ഇപ്പം നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും മലബാർ പല കാര്യത്തിൽ പുറകിലാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് പുറകിലായത് എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുമല്ലോ. നമ്മളൊക്കെ ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥികളാണല്ലോ. അപ്പോൾ പലപ്പോഴായിട്ട് ആശുപത്രിയിൽ സ്ഥലമില്ല, അവിടെ ബെഡില്ല, പലപ്പോഴും മരുന്നില്ല. ഇവിടെ 11ാം ക്ലാസ് അഡ്മിഷൻ നടക്കുമ്പോൾ കുട്ടികൾക്ക് സീറ്റില്ല. ഈ +1 സീറ്റ് ഒരു കൊല്ലം പ്രശ്നമില്ലാത്ത. അങ്ങനെ നമ്മളെ ശ്രദ്ധയിൽ ഡയറക്റ്റായിട്ട് പലതും നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊന്ന് മനസ്സിലാക്കണം എന്നുള്ള നിലക്കാണ് നമ്മൾ ചെറിയൊരു റിസർച്ച്, ഇതിന് വലിയ റിസർച്ച് ഒന്നും നടത്തേണ്ടതില്ല, നടത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ മലബാറിൻ്റെ ഇന്നത്തെ പിന്നോക്കാവസ്ഥക്ക് കാരണം അത് ഇന്ന് തുടങ്ങിയതല്ല, അത് പണ്ട് മുതലേ ഉള്ളതാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമ്മളെ പാലക്കാട് ടു കാസർഗോഡ് മലബാറാണല്ലോ. തൃശ്ശൂർ ടു എറണാകുളം മറ്റു ചില പ്രദേശങ്ങളും കൂടിയിട്ട് അത് കൊച്ചിൻ ഭരണത്തിൻ്റെ കീഴിലാണ്. മറ്റത് തിരുവിതാംകൂറായിപ്പോയി. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യം, ഈ പറയുന്ന കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ടുള്ള ഒരു ഘട്ടത്തിൽ പോലും ഏറ്റുമുട്ടലും പോയിട്ടില്ല. അവരുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവരുടെ സാമ്പത്തിക ശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് സായിപ്പിനെ സോപ്പിട്ട് മുന്നോട്ട് പോകുന്ന ഭരണാധികാരികളാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ മലബാറിലേക്ക് വന്നാലോ നേരെ തിരിച്ചാണ്. 150 ചില്ലാൻ കൊല്ലത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം പരിശോധിച്ച് നോക്കിയാൽ മലബാറിലെ ഒരു ദിവസമെങ്കിലും പോരാട്ടം നടക്കാത്ത ഒരു ദിവസം പോലും ചരിത്രത്തിൽ എവിടെയും നമുക്ക് ഇല്ലാത്ത ദിവസം നമുക്ക് കാണാൻ കഴിയില്ല. എന്നും ഏറ്റുമുട്ടലാണ്. നിരവധിയായ ആളുകൾ മരണപ്പെട്ടു, നിരവധിയായ പ്രയാസങ്ങളുണ്ടായി. ഇപ്പം ഈ വാഗൺ ട്രാജഡി തുടങ്ങിയിട്ടുള്ള നമ്മൾ എന്ത് പരിശോധിച്ച് നോക്കിയാൽ മലബാർ സമരം എല്ലാം ഓരോന്ന് വിശദീകരിക്കാൻ സമയം പരിമിതമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ആധിപത്യം, ബ്രിട്ടീഷ് ആധിപത്യത്തെ തകർക്കാനുള്ള പോരാട്ടം നടന്ന ഇന്ത്യയിലെ പ്രധാന ഒരു സ്ഥലമാണ് ഈ മലബാർ. നമ്മുടെ എന്താ പറയുക, കാരണവന്മാർ ആ സമരം ഇവിടെ നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് വെറുക്കപ്പെട്ടതും അവരുടെ അറഗൻ്റായിട്ടുള്ള ആളുകൾ എന്ന നിലക്കും നമ്മളെ മലബാർ ജനതയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിച്ച് പോന്നു എന്ന് മാത്രമല്ല, ഈ പറയുന്ന തിരുവിതാംകൂർ സൈഡിൽ ഈ അന്നും നല്ല ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്, മോശമല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്, കോളേജുകൾ വന്നിട്ടുണ്ട്, സ്കൂളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അവർ കലാപരമായ കാര്യങ്ങൾ ഒരുപാട് മുന്നിലായിരുന്നു, കലയിൽ സംസ്കാരത്തിലൊക്കെ മുന്നിലായിരുന്നു. അവർക്കത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ എന്നും ഒളിപ്പോരാട്ടത്തിന് മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും സ്വാതന്ത്ര്യം നേരം എടുത്ത് എന്താ പറയുക, ഉറങ്ങുന്നത് വരെ ഉറക്കത്തിൽ പോലും സ്വാതന്ത്ര്യത്തിൻ്റെ വാഞ്ച ജീവിതത്തിൽ ഉൾക്കൊണ്ട ഒരു സമൂഹം ജീവിച്ച് വളർന്ന് പോരാടി മരിച്ച് അതിന് ബാക്കിയായവരാണ് നമ്മൾ. ബാക്കിയുള്ളവരാണ് നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഒരു വികസനവും മലബാറിലേക്ക് കൊണ്ടുവന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അവികസിതമായി കിടന്ന ഒരു പ്രദേശം മലബാർ സ്പെഷ്യൽ പോലീസ് നമുക്കറിയാം. കൊച്ചി പോലീസില്ല, തിരുവനന്തപുരം പോലീസില്ല, ഒന്നുമില്ലല്ലോ. അപ്പം ഇവിടുത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരുന്നായിരുന്നു ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണ് ഈ MSP. ഇപ്പോഴും ഈ MSP ക്യാമ്പുകൾ നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ. അതിപ്പോൾ മറ്റു പലതിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും. അപ്പം അവിടെ തന്നെ അത് വളരെ ക്ലിയറാണ്. ഇവിടെ അങ്ങനെ ഒരു പോരാട്ടം നടന്നു. ആ പോരാട്ടത്തെ അടിച്ചമർത്തതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റിയത് നിലമ്പൂർ വരെ റെയിലുണ്ടാക്കി തേക്കറക്കം മുറിച്ച് ഇവിടുന്ന് കൊള്ളടിച്ച് പോയി എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയാണ്. അപ്പോൾ ആ പിന്നോക്കാവസ്ഥ സ്വാഭാവികമായിട്ടും അനുഭവിച്ച ഒരു ജനതയുടെ ബാക്കിയാണ് നമ്മളൊക്കെ. അങ്ങനെ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഭാഷാടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു കാര്യം,
ഇതിന്റെ ബ്രിട്ടീഷുകാർ വരുന്നതിന്റെ മുമ്പ് മലബാർ പറഞ്ഞ ലോകത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്ര. ബേപ്പൂരടക്കം അതെ അതെ, അത് പറയാതെ ബേപ്പൂരടക്കം പോയത്. വാസ്കോ ഡ ഗാമ വന്നടക്കം പല ചരിത്രങ്ങളുണ്ട്. അതെ അതെ, കുരുമുളക് ഏറ്റവും കയറി പോയിരുന്ന സ്ഥലം. കയറിപ്പോയിരുന്ന ലോകത്തിന്റെ മാപ്പിൽ രേഖപ്പെടുത്തപ്പെട്ട അതെ അതെ സ്ഥലമാണ് കോഴിക്കോട് ബേപ്പൂരടക്കം. അതെ അതെ, അതിനെയാണ് അവര് തകർത്തത്. അതിനെ തകർത്തു, സാംസ്കാരികമായി തകർത്തു, സാമൂഹികമായി തകർത്തു, വിദ്യാഭ്യാസപരമായി തകർത്തു. എന്തുകൊണ്ടാണ്? അവർ ബ്രിട്ടീഷുകാരൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോണം എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നാക്കം അടിച്ച ഒരു കാലഘട്ടത്തിനാണ് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിലേക്ക് വന്നാൽ മലബാറിനെ സംബന്ധിച്ചിട്ട് ഒരു സ്പെഷ്യൽ പരിഗണന, കാരണം ഇവിടെ സ്പെഷ്യൽ പരിഗണന കിട്ടണമല്ലോ. അതെ അതെ, കാരണം അത്രയും അടിച്ചമർത്തപ്പെട്ട പിന്നാക്കം നിൽക്കുന്ന ഒരു പ്രദേശം, ഒരു സംസ്ഥാനം ഉണ്ടായി വരുമ്പോൾ അത് ബാലൻസ് ചെയ്യണ്ടേ? അതെ അതെ, അത് ബാലൻസ് ചെയ്യാനുള്ള ഒരു ഇടപെടലും കഴിഞ്ഞു പോയ ഗവൺമെന്റുകൾ ആത്മാർത്ഥമായിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിയില്ല. അതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്നും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ മൂല കാരണം എന്താണ്? അതിനുശേഷമുണ്ടായ ഡെവലപ്മെന്റാണ്. 1800-കളിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും വികസനം ഉണ്ടാകുമ്പോൾ നമ്മളുടെ വികസനത്തിന്റെ ആദ്യപടി ആരംഭിക്കുന്നത് 1947 ശേഷമാണ്. ആ കാലം എന്ന് പറയുന്നത് 150 കൊല്ലത്തെ ഡിഫറൻസ് ആണ്. എങ്ങനെയാ മലബാർ ഓടിയിട്ട് കേരളത്തിന്റെ കൂടെ എത്തില്ലല്ലോ. അപ്പം വിദ്യാഭ്യാസം എടുത്താലും, ആരോഗ്യം എടുത്താലും, മറ്റുള്ള മേഖലകൾ എടുത്താലും, സാംസ്കാരികം എടുത്താലും, സ്പോർട്സ് എടുത്താലും, തൊഴിലെടുത്താലും, വ്യവസായം എടുത്താലും ഒക്കെ അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഈ മലബാറിനെ ഡെവലപ്പ് ചെയ്യാനുള്ള പാക്കേജുകളും പദ്ധതികളും ഈ സർക്കാരുകൾ കണ്ടെത്തണമെന്ന് ഉണ്ടായില്ല. ആരും അത് പറഞ്ഞിട്ടില്ല. ഒരാളും അത് പറയുമ്പോഴേക്കും വിഭാഗീയതയായി. ഇപ്പൊ ഞാൻ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കുന്നത്, അത് അങ്ങനെ പറയാൻ പറ്റുമോ? വലിയ വിഷയാവില്ലേ? ഞാൻ ചോദിച്ചൊരു വസ്തുത, ഇവിടെ എഴുതപ്പെട്ട ചരിത്രത്തിന്റെ പിൻബലത്തോടു കൂടി വസ്തുതകൾ പറയാൻ നമ്മൾ ആരെ ഭയപ്പെടേണ്ടത്? ഈ ജനാധിപത്യ രാജ്യത്ത് ഇനിയെങ്കിലും ആരെങ്കിലും പറയണ്ടേ? അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, പ്രത്യേക പാക്കേജുകൾ ഈ ജില്ലക്ക് വേണ്ടി, ഈ 6 ജില്ലക്ക് വേണ്ടി തന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള പരിശ്രമം പോലും ഒന്നും നടന്നില്ല. ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്താ പറയുക? ഇതിൽ റൂമി മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത്, അവിടെ വിദ്യാഭ്യാസം അന്ന് ആ കാലത്തെ വിദ്യാഭ്യാസപരമായി പുരോഗതി പ്രാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടി സംസ്ഥാനം ഉണ്ടായി കഴിയുമ്പോൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ സർക്കാർ തലത്തിലേക്ക് പോവുള്ളൂ. അതെ അതെ അതെ. അപ്പൊ സർക്കാർ സെക്രട്ടേറിയറ്റിലും മുഴുവനും, സർക്കാർ സ്ഥാപനങ്ങളിൽ മുഴുവനും ഈ തിരുവിതാംകൂർ ഭാഗത്തിൽ ആളുകൾ സ്വാഭാവികമായിട്ട് അവർ വന്നു. അവർക്കാണ് എഴുത്തും വായനയും പരിചയമുള്ളത്. 10ാം ക്ലാസ്സും ഡിഗ്രിയും പഠിച്ചവരും, ഡിഗ്രിക്ക് മേലെ PG പഠിച്ചവരൊക്കെ അവിടെയുള്ളൂ. ഇവിടെ ആരുമില്ല. ഇവിടെ മാത്രമല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാന്ന് പറയുന്നത്. ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാക്കി എന്താ? ബ്രിട്ടീഷുകാരെ നേരിടാൻ ബ്രിട്ടീഷ് വിരോധത്തിന്റെ പേരിലാണ് ഇവിടെ ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പറയുന്നത്. അതായത് ആ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന്. അത് അപ്പൊ അവിടെ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് മാത്രമല്ല, അത് അവർക്ക് അതിൽ ഗുണം ചെയ്തു എന്ന് മാത്രമല്ല, ആ ഗുണത്തിന്റെ ഭാഗമായി സർക്കാർ ജോലികളിൽ വലിയ ശതമാനം, വലിയല്ല അന്നൊക്കെ 95% നമ്മളവിടെ സ്കൂളിൽ പഠിപ്പിക്കാനും അധ്യാപകരന്ന് വരുന്ന ഇപ്പോഴും എത്രയോ ആളുകളോട് സെറ്റിൽ ആയിട്ടുണ്ടല്ലോ. ഇതിനൊക്കെ കാരണം അതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെന്തായി? അവനാൻ ജീവിക്കുന്ന ചുറ്റുപാടിനെ വികസിപ്പിക്കാൻ ആരാലും ആലോചിക്കും. ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അവിടെ ആയപ്പോൾ പിന്നീട് നടന്ന വികസനങ്ങൾ അവിടെയായി. ഇവിടെ പേരിന് മാത്രം ഒരു എന്താ പറയാ, കണ്ണിൽ പൊടിയിരുന്ന വികസനമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമായി. മുഖ്യമന്ത്രിമാർ കൂടുതൽ ഇവിടുന്ന് വന്നിട്ട് പോലും എന്തുകൊണ്ട് അവർ ഇതിൽ ഇടപെട്ടില്ല എന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കല്ലേ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ പറയുന്ന ഈ നമുക്കുള്ള പിന്നോക്കാവസ്ഥക്കുള്ള കാരണം വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അറിയുന്നവരാണ് ഇവിടുന്ന് മുഖ്യമന്ത്രിമാരായി പോയത്. പക്ഷേ ഈ സമകാലിക രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അതിന് കോമൺ ഇപ്പോഴല്ലേ കുറച്ചെങ്കിലും പഠിച്ച് കയറി വരുന്നത്. അപ്പൊ സർക്കാർ ലെവലിൽ ഇപ്പൊ PSC നിയമനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥര്, നമ്മൾ ആ പഴയകാല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ 20% പോലും റെപ്രസെന്റേഷൻ മലബാറിൽ നിന്ന് ഇപ്പോഴും സർക്കാർ ജോലികളിലില്ല. ഇപ്പോഴാണ് 20ലേക്ക് എത്തി. 0 നിന്ന് കയറി വന്നിട്ട് അപ്പൊ 20 കൊല്ലം കൊണ്ട് കയറി വന്നാണ് 20. മറ്റു ഒറ്റപ്പെട്ട ഏതെങ്കിലും എന്താ പറയാ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ 4 വ്യക്തികളെ കാണിച്ചു കൊടുക്കുന്നിടത്തേക്ക് ഇവിടെ നമ്മൾ പിന്തള്ളപ്പെട്ടു. ആ പിന്തള്ളപ്പെട്ടത് നമ്മൾ ഇന്നും ഇവിടെ അനുഭവിക്കണം. പിന്നെ ഈ സംസ്ഥാനത്തിന്റെ 45% ജനങ്ങൾ ഈ 6 ജില്ലയിലാണ്.
നിങ്ങൾ മനസ്സിലാക്കണം. അതെ അതെ അതിന്റെ കണക്കുകൾ നമ്മളിതിന് കൃത്യമായിട്ടുള്ള എന്താ പറയുക ഒരു പുസ്തകം തന്നെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരു നയരേഖ 2011 സെൻസസ് പ്രകാരം അതിനുശേഷമുള്ള ഈ 15 കൊല്ലത്തെ ജനസംഖ്യാ വർധനവ് കൂടി കണക്കാക്കിയാൽ ഇപ്പൊ ഏകദേശം 1,47,00,000 അതായത് 1.5 കോടി ജനം, 3.25 കോടി ജനം കേരളത്തിലുള്ളപ്പോൾ അതിൽ 1.5 കോടി ജനം ജീവിക്കുന്ന മലബാറിലാണ്. മലപ്പുറം ജില്ല നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നൊരാശയം മലബാറിന് പ്രത്യേക പാക്കേജുകൾ ഉണ്ടാകണം, യാതൊരു തർക്കമില്ല, സംശയം നിർബന്ധമാണ്. ഈ പറയുന്ന ഈ ഡിസ്പാരിറ്റീസ് അത് കോമ്പൻസേറ്റ് ചെയ്യണം. സ്വാഭാവികമായിട്ടും ഇവിടെ എല്ലാ മതവിഭാഗവും ഉണ്ട്. അതെ അതെ ഇപ്പൊ ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെടൽ ഇതിലെന്താ വെച്ചാൽ മുസ്ലിം ഭൂരിപക്ഷ ആണ് മലബാർ എന്നുള്ളൊരു മലബാർ തെറ്റിദ്ധരിപ്പിക്കപ്പെടൽ. ആരും മിണ്ടാത്തതിന്റെ കാരണം അതാണ്. അതെ, ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമല്ല, ഇവിടുത്തെ മൊത്തത്തിലുള്ള കണക്ക് നോക്കിയാൽ നമ്മൾ എന്താ പറയുക, മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും, കോഴിക്കോട് ജില്ലയിൽ ഏകദേശം ചെറിയൊരു പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. മറ്റുള്ള പാലക്കാട് എടുത്താലും കണ്ണൂർ എടുത്താലും കാസർഗോഡ് എടുത്താലും വയനാട് എടുത്താലും ഒക്കെ എന്താ വെച്ചാൽ ആവറേജ് വരുമ്പോൾ ഇവിടെ ഒരു സന്തുലിതമായ അവസ്ഥയുള്ളത്. ഹിന്ദു മുസ്ലിം ഒരു 10-15% ക്രൈസ്തവരുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ 3 കമ്മ്യൂണിറ്റിയും ഈ ഡിസ്പാരിറ്റീസിന് അല്ലെങ്കിൽ എന്താ പറയുക ഇവിടെ വിധേയമായി നിൽക്കുകയാണ് അവിടെ തലമുറകൾ. അപ്പം നമ്മൾ പറയുന്ന ഒരു വാദം ഈ വസ്തുതകൾ മുഴുവൻ കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് എന്താ, നമ്മളൊരു സ്പെഷ്യൽ കേസ് എന്ന നിലക്ക് സർക്കാർ ജോലികളിൽ മലബാറുകാർക്ക് ഒരു റിസർവേഷൻ വേണം. അതൊരു ഇതുവരെ ആരും ആവശ്യപ്പെടാം. അല്ല, നിർബന്ധമല്ലേ? അതെ ഈ 75 കൊല്ലം ഈ ജനം അനുഭവിച്ച അനീതി അല്ലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നുമില്ല, മലബാറുകാർക്ക് ഈ 6 ജില്ലകളിൽ താമസിക്കുന്നവരാണ് മലബാർ. ആ മലബാറിലുള്ള ജനങ്ങൾക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ സ്പെഷ്യൽ പരിഗണന, ഒരു പെർസെൻറ്റേജ് ഓഫ് റിസർവേഷൻ ഒരു 25-30 കൊല്ലെങ്കിലും നമുക്ക് തരണം. എന്നാൽ പോലും ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന എന്താ പറയാ വിഷയങ്ങള് അപ്പൊ അതൊരു പ്രധാന വിഷയമായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഒന്നാമത്തെ വാദം എന്ന് പറയുന്നത് റിസർവേഷൻ വേണം, ഒന്ന് റിസർവേഷൻ തന്നെ. അതെ അതെ. ഇനി രണ്ടാമത്തേലേക്ക് നമ്മൾ കിടക്കുമോ, പ്രധാനമായിട്ടും നമുക്ക് വിശദീകരിച്ച് പറയേണ്ട വിഷയം നമ്മൾ കേന്ദ്രീകരിച്ച് മാത്രം, കാരണം ഈ മലബാർ വിഷയം പറഞ്ഞു പോവാണ്. ഇവിടെ നമ്മൾ നാട് അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം സ്റ്റേറ്റിന് മൊത്തത്തിലുണ്ട്. നമ്മുടെ 982 നമ്മുടെ എന്താ പറയുക കാസർഗോഡ് ജില്ല വരുന്നത്, 84 നമ്മുടെ പത്തനംതിട്ട ജില്ല വരുന്നത്. കഴിഞ്ഞ 41 വർഷമായിട്ട് ഒരു ജില്ലയുടെ വിഭജനം നടക്കാത്ത ഇന്ത്യയിലെ ഏക സ്റ്റേറ്റിന്റെ പേര് കേരള. നിങ്ങൾ മനസ്സിലാക്കിയോ എന്തായിരിക്കും, എന്തിനാ ഞാൻ പറയട്ടെ. അപ്പൊ പെട്ടെന്ന് ആളുകൾക്ക് എന്തിനാ ഇത് വിഭജിക്കുന്നത്? ഒരു ചെറിയ ഉദാഹരണം പറയാം. മലപ്പുറത്തിന്റെ അല്ലെങ്കിൽ കോഴിക്കോടിന്റെ തൊട്ടടുത്താണല്ലോ വയനാട്. ഏകദേശം 8.25-9 ലക്ഷം ജനമുള്ളത്. 2011 ജനസംഖ്യയുടെ 13.46 ജനസംഖ്യാ വർധനയുടെ റേഷ്യോ. ആ കണക്കിൽ 2011 45 ലക്ഷം ഉണ്ട് ഇവിടെ മലപ്പുറത്ത്. ഇപ്പൊ അത് 51-52 ലക്ഷം ജനങ്ങളായി. പറയുന്ന വയനാട്ടിൽ 8.25-9 ലക്ഷം ജനങ്ങൾ. ഈ 9 ലക്ഷം ജനങ്ങളുള്ള ഒരു ജില്ലക്ക് ഒരു കലക്ടർ ഉണ്ട്, ഒരു എന്താ പറയാ ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉണ്ട്, ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. എന്നാൽ നേരെ മലപ്പുറത്തേക്ക് വന്നാൽ ഈ 51 ലക്ഷം ജനങ്ങൾക്ക് ഒരു കലക്ടറേ ഉള്ളൂ, അര മെഡിക്കൽ കോളേജേ ഉള്ളൂ. അര മെഡിക്കൽ കോളേജിൽ അതിനിപ്പോ പൊളിച്ചു മാറ്റാൻ നിൽക്കാൻ അല്ല, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. അപ്പം വയനാട്ടിലെ ജില്ലാ കലക്ടർക്ക് ഒരു നാട്ടുകാരന് ഒരു പരാതി കൊടുത്താൽ 1 മാസം കൊണ്ട് അതിനൊരു മറുപടി കൊടുക്കാൻ സാധിക്കും. ഇവിടെ മലപ്പുറത്ത് കൊടുത്താൽ 1.5 കൊല്ലം കൊണ്ട് അതിന് മറുപടി കിട്ടൂല. കാരണം അദ്ദേഹത്തിന് ഈ 51 ലക്ഷം ജനങ്ങളുടെ ബാധ്യത ജില്ലാ കലക്ടറുടെ കയ്യിലുള്ളത്. മനസ്സിലായോ? ചെറിയ ഉദാഹരണം പറയുന്നത്. ഈ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ 51 ലക്ഷം ജനമാണ്. ആ മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യം വന്നാൽ പോകാൻ 8.9 ലക്ഷം ജനങ്ങളാണ്. ഇവിടെ മല്ലപ്പള്ളി താലൂക്ക് ഒരു നമ്മൾ പഠനത്തിന്റെ ഭാഗമായിട്ട് നോക്കിയപ്പോൾ കണ്ടതാണ്. മല്ലപ്പള്ളി താലൂക്ക് പത്തനംതിട്ട ജില്ലയിൽ 1,29,000 ആളുകളല്ലേ. മലപ്പുറത്തെയും കോഴിക്കോടത്തെയും താലൂക്കുകൾ പരിശോധിച്ചാൽ 7 ലക്ഷം 8 ലക്ഷം 9 ലക്ഷമാണ് ഓരോ താലൂക്കിലും. എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക? വിദ്യാഭ്യാസം എടുത്താലും ഇത് തന്നെ പ്രശ്നം. നമ്മളതിന് കണക്കുകൾ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വലിയ പാർഷ്യാലിറ്റി, വലിയ അനീതി കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തത്തിലുണ്ട്. അതിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്താണ്? മലബാറിലെ ജനങ്ങൾക്കാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഇനി ഇപ്പോൾ 14 ജില്ലയാണുള്ളത്.
6 ജില്ലകൾ കൂടി വർദ്ധിപ്പിച്ച് 20 ജില്ലയാക്കണമെന്ന വാദം കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇനിയിപ്പോൾ റോമിക്ക് ഞാൻ അതെങ്ങനെയാണ് അതിന്റെ കണക്ക്? അല്ല, ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ 981 ശേഷം ഇന്ത്യയിൽ നടന്ന ജില്ലാ വിഭജനത്തിന് 4-5 സ്റ്റേറ്റിന്റെ കണക്കാണ്. തമിഴ്നാട്ടിൽ 1981 14 ജില്ലയാണ്. മനസ്സിലായി? 2011 7 ജില്ലയായിരുന്നു. 14 ജില്ലയാണ് 81. അതിന്ന് 39 ജില്ലയായി. 14 നിന്ന് 39 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര? 28ഉം 200% വർദ്ധിച്ച് ഓൾമോസ്റ്റ്. ഇനി കർണാടക എടുക്കാം നമുക്ക്. 1981 19 ജില്ലയല്ലത്, അത് 31 ജില്ലയായി എന്ന് പറഞ്ഞാൽ 12 ജില്ല വർദ്ധിച്ചു. 12 ജില്ല എന്ന് പറഞ്ഞാൽ 60% വർധനവുണ്ടായി നമ്മളെ തൊട്ടടുത്ത കർണാടക. മണിപ്പൂര് ഇഷ്യൂസ് ഉണ്ടായ സ്റ്റേറ്റാണ്. 81 9 ജില്ലയാണ്, ഇപ്പൊ 16 ജില്ലയാണ്, 60%. ഉത്തരാഖണ്ഡ് 1 നിന്ന് 13 ജില്ലയിലേക്ക് പോയി. മനസ്സിലായി? ആകെ 1 കോടി ജനങ്ങൾ അവിടെ ഉള്ളത്. 1 കോടി ജനമുള്ള ഉത്തരാഖണ്ഡിൽ 13 ജില്ല ഉണ്ട്. ഹരിയാന 2.5 കോടി ജനമുള്ളത്. ഈ 81 12 ജില്ല ഉണ്ടായിരുന്നത് അത് 22 ജില്ലയായി, ഏകദേശം 80%. ഇനിയിപ്പോ നമുക്ക് പഞ്ചാബ് എടുക്കാം. ഏകദേശം നമ്മൾ അത്ര 2.7%, 2.3 കോടി ജനമുള്ള പഞ്ചാബില് 981 13 ജില്ല ഉണ്ടായിരുന്ന 10 ജില്ല വർദ്ധിച്ച് 23 ആസാമില് 3 കോടി ജനം, ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിന്റെ നമുക്ക് കമ്പയർ ചെയ്യാവുന്ന ജില്ല 3.1 3 കോടി 10 ലക്ഷം. അവിടെ 81 10 ജില്ല ഉണ്ടായിരുന്നു. ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കണക്കാട്ടോ, റെഫറൻസ് ആണ് ഞാൻ ഈ വായിക്കുന്നത്. ആ 10 ജില്ലയിൽ നിന്നും 35 ജില്ലയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ എത്രയാണ്? 25 ജില്ല വർദ്ധിപ്പിച്ചു ആസാമില്. ഇനി കേരളത്തിക്ക് വരുമ്പം 12 ജില്ലയാണ് 81 അത് ഈ 41 വർഷത്തിന്റെ ഇടയ്ക്ക് ഉണ്ടായ വികസനം എന്ന് പറയുന്ന 2 ജില്ല 14 ജില്ലയായി. വലിയൊരു അപ്പൊ എത്രമാത്രം നമ്മൾ എന്താ പറയാ. പിന്നെ ഇനി ബീഹാർ എടുക്കാം നമുക്ക്. ബീഹാറില് എന്താ പറയാ 17 ജില്ല ഉണ്ടായിരുന്നു, 10 കോടി ജനം, 38 ജില്ലയായി അവിടെ. ഒഡീഷ 13 ജില്ല ഉണ്ടായിരുന്നത് 30 ജില്ലയായി. 81 13 ജില്ല ഉണ്ടായിരുന്നത് 30 ജില്ലയായി. എത്ര ശതമാനമാണ്? 250%. അവിടെയാണ് ഒരു വർധനവും ഇല്ലാതെ എന്താ പറയുക 41 വർഷമായിട്ട് നമ്മൾ നിലനിൽക്കുന്നത്. അതിന്റെ കാരണമായിട്ട് എന്താ? അതിന്റെ കാരണം ഈ നമ്മുടെ രാഷ്ട്രീയ ലീഡർഷിപ്പ് ഈ വിഷയത്തിലൊന്നും ഒരു തലയും കൊടുക്കുന്നില്ല. മനസ്സിലായോ? പൂണാരി അങ്ങനെ പോട്ടെ, ഇതൊക്കെ അങ്ങനെ സാധാ സീതാ പോവും, ജനങ്ങൾ എന്തും അനുഭവിച്ചോളും. സത്യത്തിൽ ഈ കണക്കിൽ ഇപ്പൊ നമ്മൾ പറയപ്പെടുന്ന 6 മുതൽ 8 വരെ നിയോജക മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ അറൌണ്ട് 20 lakhs ഓഫ് പീപ്പിൾ ഒരു ജില്ലയാക്കണമെന്ന്. ശരിക്കും അതല്ലേ മിനിമം. മനസ്സിലായോ? ഒരു താലൂക്ക് എന്ന് പറയുന്നത് ഒരു നിയമസഭാ മണ്ഡലം ഒരു താലൂക്കാണ്. ഇപ്പൊ നമുക്ക് 86 താലൂക്ക് എന്താ മറ്റോ ഉള്ളത് കേരളത്തിൽ, കണക്ക് ഇതിലുണ്ട്. അത് 140 താലൂക്ക് ആവണം, 140 തഹസിൽദാർമാർ വേണം. ഒരു വില്ലേജ് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിന് സമാനമാവണം. ഇപ്പൊ നമ്മളെ റവന്യൂ വില്ലേജുകൾ 2ഉം 2.5 പഞ്ചായത്തുകൾ കൂടി ചേർന്നിട്ടാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു വില്ലേജ് ഓഫീസർ സൈറ്റ് ഇൻസ്പെക്ഷൻ ആണെങ്കിൽ ഏത് കാലത്ത് കിട്ടും? മറ്റു സ്ഥലങ്ങളിലുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്. നമ്മളെ സംസ്ഥാനത്തിന്റെ ചില ജില്ലകളിൽ ഇത് ബാധകമാണ്. അപ്പൊ ഒരു 25,000 ചുരുക്കണത് ഏത് വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് ആവറേജ് എടുത്താൽ, അപ്പൊ പഞ്ചായത്തിന്റെ ബൗണ്ടറിയും വില്ലേജ് ഓഫീസിന്റെ ബൗണ്ടറിയും ഒന്നാവണം. ഒരുപാട് വളരെ എളുപ്പമാകും ആളുകൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും. അതുപോലെ തന്നെ താലൂക്ക് ഓഫീസ് ഒരു നിയോജക മണ്ഡലമാകണം, വളരെ കറക്റ്റാണ്. അപ്പൊ പിന്നെ മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും വരുമ്പോൾ ഈ വില്ലേജുകളെയും റവന്യൂ ഓഫീസുകളെയും ഈ ജനസംഖ്യാടിസ്ഥാനത്തിൽ ഒരു 25,000 അകത്താക്കണം. മാത്രമല്ല സർക്കാർ നിശ്ചയിച്ച പല കമ്മീഷനുകൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രയും മുമ്പ് സർക്കാർ തന്നെ ഇത് പഠിക്കാൻ പല കമ്മീഷനെയും വെച്ചിട്ട് കമ്മീഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാലത്തും അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇടപെട്ടിട്ടില്ല. അപ്പം ഇതിലെ വലിയ പാർഷ്യാലിറ്റി. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ അവിടെ നെയ്യാറ്റിൻകര ജില്ല വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലമായി അവിടെ എന്താ ആളുകൾ അജിറ്റേഷൻ വന്നാണ്. പിന്നെ അത് കെട്ടുപോയി. എറണാകുളത്ത് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ജില്ല വേണമെന്നുള്ള ആവശ്യം വന്നായിരുന്നു. പക്ഷെ ഇത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പം നമ്മളിതൊരു ടെസ്റ്റ് ഡോസ് എന്ന നിലക്ക് നമ്മൾ മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാർ ഇതിലേക്ക് ഇടപെടുന്നില്ലെങ്കിൽ ജനങ്ങൾ ഇതിലേക്ക് ഇറക്കുകയാണ്. അത്ര വലിയ ഡിസ്പാരിറ്റീസ് ഉണ്ട്.
ആ കണക്കുകൾ ജനങ്ങൾ കണക്ക് മനസ്സിലാക്കി. തിരുവിതാംകൂർ സൈഡിൽ 15ഉം 20ഉം കുട്ടികൾ +1 പഠിക്കും. നമ്മളിവിടെ 70ഉം 60ഉം 70ഉം 80ഉം കുട്ടികൾ പഠിപ്പിക്കേണ്ട ഗതികേടാണ്. മൈക്കെടുത്ത് പഠിപ്പിക്കേണ്ട ഗതികേടാണ്. ഇവിടെ 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് പൂർണ്ണമായും +1 സീറ്റില്ല. +1 പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രിക്ക് സീറ്റില്ല. ഡിഗ്രിക്ക് കഴിഞ്ഞവർക്ക് PGക്ക് സീറ്റില്ല. എന്നാൽ ഈ തിരുവിതാംകൂറിലെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്താ പറയുക, ഡിവിഷൻ ഫാൾ ഉണ്ടാവുകയാണ് കുട്ടികളില്ലാത്തതുകൊണ്ട്. അതെ അതെ അതെ. അപ്പം അതാരാ അതിൻ്റെ ഉത്തരവാദിത്വം? ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം? ഇപ്പം നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ? ഇപ്പം മെയ് 3-ാം തീയതി 4-ാം തീയതിയാണ് അവിടെ ഫയർ ഉണ്ടായത്. വലിയ കൊട്ടി ഘോഷിക്കപ്പെട്ട ഒരു 6 നില വലിയ ബസ് കെട്ടുക അവിടെ കെട്ടിയിട്ട് അവിടെ ഒരു ഇലക്ട്രിക് ഫയർ ഉണ്ടായിട്ട് അത് തീർക്കാൻ മാസം 3-4 അട്ടിയിട്ട് കിടക്കുകയാണ് ഇവിടെ മെഡിക്കൽ കോളേജിലെ ആളുകൾ. വരാന്തയിൽ, റോട്ടിൽ, ബിൽഡിങ്ങിൻ്റെ സൺഷെയ്ഡിൻ്റെ താഴെ, ഉന്തുന്ന ട്രോളിയിൽ, വീൽ ചെയറിൽ രോഗികളെ ശുശ്രൂഷിക്കാൻ കൂട്ടിരിപ്പുകാർ രോഗികളാകുന്ന സ്ഥലത്തിൻ്റെ പേര് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, മഞ്ചേരി മെഡിക്കൽ കോളേജാണ്. അപ്പം നമ്മളുടെ ഈ 6 ജില്ലക്കും കൂടിയുള്ള ഏക എന്താ പറയുക ഒരു ആശ്രയം എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലക്ക് സെപ്പറേറ്റ് മെഡിക്കൽ കോളേജ് വേണം നമ്മൾ പറയുന്നത്. അതൊരു മലബാർ, അതെ, അതൊരു മലബാർ പ്രിൻസിപ്പൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിയിട്ട് ഈ 6 ജില്ലകൾക്കുമുള്ള ഒരു പൊതുവായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കിയിട്ട് ഈ പറയുന്ന മലപ്പുറത്തും കോഴിക്കോടും ഇപ്പം തിരൂർ ജില്ല വേണമെന്നാണ് നമ്മുടെ ഈ ജില്ലയുടെ ഭാഗമായിട്ട് പറയുന്നത്. ആ തിരൂർ ജില്ലയിൽ അവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണം, നിർബന്ധമാണ്. കോഴിക്കോട്, കൊയിലാണ്ടി കേന്ദ്രീകരിച്ച്, വടകര കേന്ദ്രീകരിച്ച് ഈ ജില്ലയെ വിഭജിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ആ വടകര കേന്ദ്രീകരിച്ച് മെഡിക്കൽ കോളേജ് വേണം. അതുപോലെ തന്നെ കണ്ണൂരിൽ അത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ തിരിച്ചടി മലബാറിനുണ്ട്. ഇനി വേറൊന്നും വേണ്ട, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UGCയുടെ കണക്ക് പ്രകാരം ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ 100 കോളേജേ പാടുള്ളൂ. നമ്മുടെ യൂണിവേഴ്സിറ്റി എത്ര കോളേജിൻ്റെ അറിയോ? റൂമിക്ക് 500 ചില്ലാനം കോളേജ് അഫിലിയേറ്റഡ് ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന് കീഴിൽ. 5 യൂണിവേഴ്സിറ്റിയാണ് UGCയുടെ കണക്ക് പ്രകാരം. ആരെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ ഈ സർക്കാർ ആശുപത്രികളിൽ ഇത്രയും വലിയ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ ജനസംഖ്യാ വർധനമാണ്. അപ്പൊ ഈ ജനസംഖ്യ വർദ്ധിച്ച് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ഇതിനെ വിഭജിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ട് സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെടുന്ന കാലത്താണ് ജില്ല പോലും വിഭജിക്കപ്പെടാത്ത, അല്ലേ? ആന്ധ്രയും ഹൈദരാബാദൊക്കെ ഇപ്പൊ ഏറ്റവും അവസാനം നടന്നല്ലേ? തെലങ്കാനയും. സംസ്ഥാനം വിഭജിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജില്ലകളും വിഭജിക്കപ്പെട്ട് പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കൊന്നും വേണ്ട എന്ന് ഇവിടുത്തെ ഭരണപക്ഷം പ്രതിപക്ഷം തീരുമാനിച്ച് ഇവർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പിന്നിലുള്ള നെക്സസ് എന്താണെന്നില്ല വേറെ പറയണം. ഞാനിപ്പോൾ അത് പറയുന്നില്ല. നമ്മളത് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഇതിനെ ചോദ്യം ചെയ്ത് വരെ വരട്ടെന്ന് അപ്പൊ പറയാനും മറുപടി. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഈ ജില്ലകൾ വിഭജിക്കപ്പെടാതെ കിടക്കുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയവും തന്ത്രവും സാമ്പത്തിക താല്പര്യവും രാഷ്ട്രീയ താല്പര്യവും ഒക്കെ നമുക്കറിയാം. ഞാനിപ്പോൾ അത് പറഞ്ഞത് കുളം കലക്കാൻ നിൽക്കുന്നില്ല. നമ്മളെ ആവശ്യം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടലാണ്. അപ്പം അതിന് ആവിഷ്കൃതമായിട്ടുള്ള രീതിയിൽ നമ്മളിവിടെ മലബാറിലെ എല്ലാ എന്താ പറയുക ജില്ലകളിലും നമ്മൾ സെമിനാറുകൾ നടത്തുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ ആവശ്യം ജില്ലകളുടെ വിഭജനം. 6 ജില്ലകൾ പുതിയത് വേണം എന്നാണ് പറയുന്നത്. 3 മലബാറിൽ വേണം. 3 മലബാറിൽ. അതിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറത്തിനെ വിഭജിച്ച് മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ട് തന്നെ ഈ നമ്മളെ മലയോര ജില്ലകൾ, കോഴിക്കോടും ഒരു മലയോര ജില്ല വരിക. അപ്പം അതിൻ്റെ ജില്ലാ തലസ്ഥാനം മലപ്പുറം തന്നെയാണ്. കോഴിക്കോട് ഈ പറഞ്ഞതുപോലെ നമ്മളീ പറയുന്ന തിരുവമ്പാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, കുറ്റ്യാടി ആ വരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെയും 6 നിയോജക മണ്ഡലം ഉൾപ്പെടുത്തിയിട്ട് വടകര കേന്ദ്രീകരിച്ച് ഒരു ജില്ല. അതാണ് പ്രാക്ടിക്കൽ. അവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണം. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലേൻ്റെ ഈ പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള രീതി. കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂരിനെ വിഭജിക്കണം. കണ്ണൂരിൽ 2 നിയോജക മണ്ഡലങ്ങൾ, അതായത് കല്യാശ്ശേരിയും പയ്യന്നൂരും കൂടെ കാസർഗോഡ് ജില്ലയിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് കാസർഗോഡ് ജില്ല എടുക്കാനില്ല മലബാറിൽ. അവഗണന എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കേരളത്തിലാണോ എന്ന് നമ്മൾ സംശയിക്കണം. ആ രീതിയിൽ അവഗണിക്കപ്പെടുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയെ ഈ വികസനത്തിനോടൊപ്പം നമുക്ക് കൊണ്ടുവരണം. അവിടുത്തെ ആരോഗ്യ പ്രശ്നം, വിദ്യാഭ്യാസ പ്രശ്നം, എന്തിനേറെ പറയുന്നത് നമ്മുടെ മറ്റേ മരുന്നിന്റെ പ്രശ്നം ഉണ്ടല്ലോ, എൻഡോസൾഫാൻ.
ഇന്ന് വരെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. അതെ അതെ എന്തിനേറെ പറയുന്ന ഒരു ആശുപത്രി ഇല്ലായിട്ട് ഒരു ടാറ്റ അവരുടെ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച് 100-300 ആളുകളെ ചികിത്സിക്കാനുള്ള 90 ദിവസം കൊണ്ട് ഒരു ആശുപത്രി ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ആശുപത്രി മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും കഴിയാത്ത മനുഷ്യത്വ വിരുദ്ധരായിട്ടുള്ള എന്താ ഭരണാധികാരിയല്ലേ ഇവിടെ ഉള്ളത്? എന്താണ് ആ ജില്ലന്റെ സ്ഥിതി? അല്ല എന്തുകൊണ്ടാണ് അത് കൂട്ടാൻ കാരണം ആയിട്ട് മനസ്സിലാക്കി? അത് മെയിൻ്റെനൻസ് ഇല്ല, അതിന് സ്റ്റാഫില്ല, ഡോക്ടേഴ്സ് ഇല്ല, മറ്റുള്ളവരില്ല, മറ്റു സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല. ഇത് അന്ന് ആരോ കൊടുത്തൊരു സ്ഥലത്ത് കൊണ്ട് ഈ കണ്ടെയ്നർ ഇറക്കി വെച്ചു എന്നല്ലാതെ അത് ഉപയോഗപ്പെടുത്തണ്ടേ ഈ ഗവൺമെന്റ്? ഇത്രയധികം ഒരു കാസർഗോഡ് ജില്ല, ഒരു ജില്ല എല്ലാ കാര്യത്തിനും അന്യ സംസ്ഥാനത്തിനെ ആശ്രയിക്കുക. വിദ്യാഭ്യാസം, ആരോഗ്യം, കച്ചവടം. ഇപ്പൊ ഈ കടലോര മേഖല എന്താ വിഷയം? കടൽ മുഴുവൻ ഇടിഞ്ഞു തൂർന്നുകൊണ്ടിരിക്കല്ലേ. ആരെങ്കിലും ഇവരുടെ ഈ വിഷയത്തിൽ ഈ ഗവൺമെന്റ് ഇടപെടുന്നുണ്ടോ? ആരെങ്കിലും? ഇപ്പോ മരുമകൻ മന്ത്രി ഈ ടൂറിസം പറഞ്ഞ് നടക്കുമ്പോൾ ഈ ടൂറിസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണല്ലോ ഈ കടലോരം മുഴുവൻ. ആ ടൂറിസം അവിടെ വികസിക്കുമ്പോൾ അതിന് തൊട്ടിപ്പുറത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ കണ്ണീരും വേദനയും ഈ കടൽ കയറ്റവും അവന്റെ തൊഴിലും അവന്റെ എന്തവരിത് കാണാതെ പോകുന്നത്? എന്തത് കാണാതെ പോകുന്നത്? അപ്പം അങ്ങേയറ്റം ഈ സംസ്ഥാനത്ത് എന്താ പറയുക, ഗുജറാത്തിലേക്ക് വല്ല ജില്ലയുടെ അവസ്ഥയിലേക്ക് ഈ പറയുന്ന കാസർഗോഡ് വലിയ വികസനം ഉണ്ടാവണം, അവിടെ മാറ്റങ്ങൾ ഉണ്ടാവണം. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വലിയ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കൊണ്ടുവരാം, IT പാർക്കുകൾ കൊണ്ടുവരാം, വലിയ വലിയ സർക്കാരിന്റെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാം. ഒന്നുമില്ല, വട്ടപൂജ്യം. മംഗലാപുരം ലോബിക്ക് വേണ്ടി ചെയ്യുന്ന പോലെ ഇതിനൊക്കെ ഞാനതാ പറഞ്ഞത്. ഞാൻ ഇത് മാന്തി വൃണമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനെ കൗണ്ടർ ചെയ്ത് ഗവൺമെന്റ് വരട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വരട്ടെ. നമ്മൾ ഉയർത്തുന്ന ഈ വിഷയം, PV അൻവർ പറയുന്ന ഈ വിഷയങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞിട്ട് കണക്കുമായി സർക്കാരും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ വരട്ടെ. അപ്പോൾ അതിന്റെ ബാക്കി നമ്മൾ പറയും. നമ്മളിപ്പോൾ ഇത് പറഞ്ഞു കുളങ്ങലക്കാനല്ല, ഇതിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്ന് ഈ ഭരണാധികാരികളെയും പ്രതിപക്ഷത്തെയും ബോധവൽക്കരിക്കുകയും ഒരു പോരാട്ട ഭൂമിയാക്കി ഇത് മാറ്റിയിട്ട് മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്ന ഈ അനീതി, മാറ്റിയെടുക്കാൻ പറ്റുന്ന അനീതി, ആ അനീതിയൊക്കെ എതിരെ ജനങ്ങളെ സ്വരുക്കുട്ടി രാഷ്ട്രീയ നേതൃത്വത്തോട് അവരെടുക്കുന്ന ഈ നിലപാട് തിരുത്തിക്കാനുള്ള സമരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി എന്ന് പറയുന്നത്. നമ്മളത് പൊളിറ്റിക്കലായിട്ടല്ല പോകുന്നത്, തൃണമൂൽ കോൺഗ്രസിന്റെ എന്താ പറയുക അഡ്രസ്സിലല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളിതിനെ അഡ് ചെയ്യുന്നു, നമ്മളിതിന് മുന്നിൽ നിൽക്കുന്നു, സഹായിക്കുന്നു. ഇനി ഇതിലേറെ ശക്തിയുള്ളവർ മുന്നിൽ നിന്ന് നമ്മൾ മാറിക്കൊടുക്കാം. ഈ പോരാട്ടം ഇവിടെ നടക്കണം. അതിനെല്ലാ സാമൂഹിക സംഘടനകളും, സാമുദായിക സംഘടനകളും, സാംസ്കാരിക സംഘടനകളും, മനുഷ്യനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ പോരാട്ടത്തിനെ നമ്മളെ പിന്തുണക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് ഇപ്പം നമ്മൾ ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ള ഈ ബുക്ക്ലെറ്റ്, ആ ബുക്ക്ലെറ്റ് കൃത്യമായിട്ടും ഇവിടുത്തെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും കാണുകയും ആദ്യം ജില്ലാ തലത്തിൽ സെമിനാർ നടത്തി, പിന്നെ നിയോജക മണ്ഡലത്തിലേക്ക് സെമിനാർ കൊണ്ടുപോയി, പഞ്ചായത്ത് തലത്തിലേക്ക് ഈ ചർച്ച പോകണം. അതിന് എന്നെ കൊണ്ട് ഒറ്റ കഴിയില്ല. നമുക്ക് ഈ വിഷയത്തിന് മുന്നിൽ നിന്ന് പോരാടാനേ സാധിക്കുള്ളൂ. അതിനാര് വേണം? മനുഷ്യപ്പറ്റുള്ള എല്ലാ മനുഷ്യരും രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ നാടിന്റെ നിലനിൽപ്പിന്റെ ഒരു വിഷയമായി ഇതിനെ കണ്ട് ഇതിനെ എന്റർടൈൻ ചെയ്ത് എന്നെ സഹായിക്കണം എന്നാണ് ഇത് കാണുന്ന കേൾക്കുന്ന ആളുകൾ മനുഷ്യരോട് എനിക്ക് അങ്ങേറ്റം റിക്വസ്റ്റ് ചെയ്യാറുള്ളത്. ഇതിന്റെ മലബാറിന്റെ പുറത്തേക്കുള്ള 3 ജില്ലകൾ ഏതൊക്കെ? മലബാറിന്റെ പുറത്തേക്കുള്ള 3 ജില്ലകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന തിരുവനന്തപുരം ജില്ല വിഭജിച്ച് അവിടെ മലയോര ജില്ല ഉണ്ടാവണം. അതുപോലെ തന്നെ എറണാകുളം ജില്ല വിഭജിച്ചിട്ട് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ജില്ല വരണം. കൊല്ലം ജില്ല വിഭജിച്ചുകൊണ്ട് ഈ പറയുന്ന കിഴക്കൻ പ്രദേശത്ത് മലയോര ജില്ല വരണം. ആ 3 ജില്ലയും വരണം, അനിവാര്യമാണ്. അവിടെയും പ്രശ്നങ്ങളുണ്ട്, നമുക്കത് കാണാതെ പോകാൻ കഴിയില്ല. എന്നിട്ട് മൊത്തത്തിലൊരു സ്ട്രക്ചർ ഉണ്ടാവണം. ഞാൻ ഈ പറഞ്ഞ ഒരു താലൂക്ക്, ആ താലൂക്ക് കേന്ദ്രങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവണം. താലൂക്ക് ആശുപത്രി, നിയോജക മണ്ഡലത്തെ താലൂക്കായിട്ട് അതിന്റെ ഭൂപ്രകൃതിക്കനുസരിച്ച് അതിനെ മാറ്റേണ്ടതുണ്ട്. അവിടെ താലൂക്ക് ഹോസ്പിറ്റലുകൾ പ്രത്യേകമായിട്ട് വരണം. ഈ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ സ്ഥാപിക്കാൻ സാധിക്കും. ITA-കളും പോളിടെക്നിക്കുകളും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും ഓരോ നിയോജക മണ്ഡലത്തിലും വരണം. എത്ര കോടി ഉറുപ്പികയാണ് ഈ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും കൊണ്ടുപോയിട്ട് നമ്മളെ കുട്ടികൾ കൊടുക്കുന്നത്? വിദേശത്ത് കടം വാങ്ങിയിട്ട് വിദേശത്ത് വേറെ, അല്ലേ? ഇതൊക്കെ ഇവിടെ നടത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ വലിയ മാറ്റം വേണം. അതൊരു വേറെ വിഷയമായതുകൊണ്ട് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. ഈ സിലബസുകൾ തന്നെ അഡ്രസ് പൊളിച്ചെഴുതേണ്ടതാണ്. കാരണം 947 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി അന്ന് ഉണ്ടാക്കിയ വിദ്യാഭ്യാസ രീതി, 956 വന്ന UGC, അന്ന് UGC പറഞ്ഞ കാതലായ മാറ്റങ്ങളിൽ നിന്ന് ഒരു മാറ്റവും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ.
ലോകം 75 വർഷം മുന്നോട്ട് പോയി. ലോകത്താകെ മാറ്റം ഉണ്ടായി. ആകെ മാറിയെന്ന് മാത്രമല്ല, 9 മാസം 10 മാസമായ പ്രസവിച്ച കുട്ടീൻ്റെ കയ്യിൽ മൊബൈൽ, ഇല്ലെങ്കിൽ ഒരു 1.5 വയസ്സായാൽ ആ മൊബൈൽ ഫോട്ടോജനിക്കായിട്ട് കാര്യങ്ങൾ നോക്കി കണ്ടിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അതെ അതെ. അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ഇപ്പോൾ ഒന്ന് ഇരുന്ന് ഒരു കാപ്പി കുടിക്കുന്നത് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കാണാൻ പറ്റുന്നു. കോഴിക്കോട്ടങ്ങാടിയിൽ നമ്മൾ ഇരിക്കുന്ന ഈ സ്റ്റുഡിയോയിൽ വെച്ച് നമുക്ക് കാണുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ 947 ഉണ്ടാക്കിയ വിദ്യാഭ്യാസ രീതി, 956 ഉണ്ടാക്കിയ UGCൻ്റെ കാര്യങ്ങൾ, അതിൽ നിന്ന് കാതലായ മാറ്റങ്ങളൊന്നും വരുത്താതെ ലോകത്തിൻ്റെ പുരോഗതിക്കൊപ്പം നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന, എന്താ പറയുക, ഒരു അടിസ്ഥാനവുമില്ലാത്ത ബുദ്ധിശൂന്യമായ വിദ്യാഭ്യാസ സമ്പ്രദായം, സിലബസുമാണ് ഇവിടെ ഉള്ളത്. അതൊരു മാറ്റം, അതൊരു വേറെ സബ്ജക്റ്റായിട്ട് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യണം. അപ്പം നിലവിലുള്ള സമ്പ്രദായത്തിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് കിട്ടുന്ന നീതി, അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന കേരളത്തിലെ ചില ജനങ്ങൾക്ക് കിട്ടുന്ന നീതിയെങ്കിലും മലബാറിലെ ജനങ്ങൾക്ക് കിട്ടണം. നമ്മൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയതിൻ്റെ പേരിൽ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ നമ്മളെ പിന്നാട്ടടിച്ചതും നമുക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആരോഗ്യ സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലാതെ ശത്രുക്കളായി കണ്ടൊരു ജനതയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ ജനത്തിന്റെ ഇന്നത്തെ ഈ പ്രത്യേകമായ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് മലബാറിന് സ്പെഷ്യൽ റിസർവേഷൻ സർക്കാരിൻ്റെ കാര്യത്തിൽ വേണം, അതിന് ഒരു തർക്കവുമില്ല. ഈ 3-4 കാര്യങ്ങൾ പ്രധാനമായും ഉയർത്തിയിട്ടാണ് നമ്മൾ ഈ, എന്താ പറയുക, ഈ സമരസമിതി മുന്നോട്ട് പോകുന്നത്.